Good morning, sir. Good morning. Good morning, sir. Yes, Ashley, good morning. Anjana, good morning. Good morning, sir. Yes, Sheila, good morning. Rajusha, good morning. Sulashmi, good morning. Okay, let's start. Yes. We discuss passive voice. Subi, good morning. Passive voice. Honda Kichuri associated the sound that they are so let's just say. Okay. About the discussing on the passive voice. Other passive voice last one past present continuous. Present continuous. In the number past continuous. Past continuous ആയിട്ട് ഒരു വാചകത്തിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാൻ പറ്റും അതാണ് നമ്മൾ നോക്കാം. ഞാൻ നിങ്ങളോട് ഒരു വാചകം പറയാണ്. There were ordering over DERING. They were ordering cake. CAKE. They were ordering cake. Okay. At the sentence when we look at this past continuous. Subject was regular verb ing. അങ്ങനെ പാസ്റ്റ് കണ്ടിന്യൂസ് വാചകം വെക്കും. അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ കോമൺ ആയിട്ടുള്ള നിയമങ്ങൾ അങ്ങനെയൊക്കെ തന്നെ. ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നു. ഹി എന്നുള്ളത് ഹിമാവും, ഷി എന്നുള്ളത് ഹെയറാവും, ദേ എന്നുള്ളത് ഗമ്മാവും, ഐ എന്നുള്ളത് മീയാവും, വി എന്നുള്ളത് അസാവും.
അങ്ങനെയൊക്കെയുള്ള കോമൺ ആയിട്ട് നിയമങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല. അതുപോലെയൊക്കെ തന്നെ സ്ട്രക്ചറിൽ മാത്രം ചെറിയൊരു മാറ്റം. യെസ്, അപ്പൊ ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നു. ഓബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ, വാസ് അല്ലെങ്കിൽ വേർ, വാസ് ഓർ വേർ. അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ്, BEING, ബീയിങ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞ് വാസിന്റെ സബ്ജക്റ്റിലെ ഓബ്ജക്റ്റ് കഴിഞ്ഞ് വാസ് അല്ലെങ്കിൽ വേർ ചേർത്ത്, അത് കഴിഞ്ഞതിന് ശേഷം ബീയിങ് ചേർത്ത്, പിന്നെ വെർബ് എഴുതി ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം എഴുതി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? അത് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസിന്റെ സ്ട്രക്ചർ ആയിട്ട് അത് മാറുന്നു. യെസ്, അടുത്ത പീരീഡ് ടീച്ചർ വരുന്നുണ്ട്. ടീച്ചർ കഴിഞ്ഞപ്പോഴാണ് പറ്റിയത്. ടീച്ചർ അവിടെ ഉണ്ട്. അപ്പൊ അടുത്ത പീരീഡ് ടീച്ചർ വരും. ഓക്കെ, അപ്പൊ ഇപ്പൊ പറഞ്ഞേക്കുന്ന സെന്റൻസ് നമുക്ക് നോക്കാം. ഓർഡറിങ് എ കേക്ക്. എന്ത് ഓർഡർ ചെയ്യുന്നു? എ കേക്ക്. ഒബ്ജക്റ്റ് കിട്ടി, എ കേക്ക്. പിന്നെന്ത് വേണം? വാസ് അല്ലെങ്കിൽ വേറെ വാസ്, ഒരു കേക്കല്ലേ ഉള്ളൂ, വാസ്. പിന്നെ ബീയിങ് ചേർത്ത്, BEING, ബീയിങ്. ഇനി ഓർഡർ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഓർഡർ, ഓർഡേഡ്, ഓർഡേഡ്. ഓക്കെ, ഹിയർ ബൈ ദം. ഓക്കെ, ശരിയാണ്. കറക്റ്റ് ആണ് കേട്ടോ, ശരിയാണ്. ഞാൻ വേറെ വാചകം പറയാം, ഒന്ന് സ്വന്തം പറയാം. Somebody was calling, CALLANG. Somebody was calling me. Somebody was calling me. Okay, Sudhir, correct. Okay, Ashri, correct. Shira, correct. Nancy, correct. Okay, അടുത്ത വാചകം. Someone was teaching, TEACHING, teaching them, them, when it rained, rained. Someone was teaching them when it rained. മഴ പെയ്തപ്പോ ആരും അവരെ പഠിപ്പിക്കുകയായി. ശ്രദ്ധിച്ചു. Okay, Sudhir.
Okay, that's here. Okay, actually. Okay, here. Yes, correct. There were being taught when it rained. അപ്പോൾ അവിടെ ആ വെന്നിട്ട് റെയിൻ്റെ കൊണ്ട് വേറെ മാറ്റങ്ങൾ വരുത്തുന്ന മെയിൻ വെർബിന് മാത്രം പാസീവ് വോയിസ് മാറ്റിയാൽ മതി. ഞാൻ നിങ്ങൾ അവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധ ചെയ്യാനായിട്ട് പറഞ്ഞു. യെസ്, അടുത്ത there were singing S-I-N-G-I-N-G singing a Malayalam song. They were singing a Malayalam song, S-O-H. Okay, Sunil. Okay, Sheila. Okay, Dansia. Okay, Ashley. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങളാണ്. നമുക്കിനി കുറച്ചുകൂടി ആലോചിച്ച് ചെയ്യുന്ന ചെറിയ വാചകങ്ങൾ വിശദീകരിക്കും. യെസ്, അപ്പൊ പിടികിട്ടിയാലോ? പിടികിട്ടി കഴിഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് കടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വാസ് എനിവൺ beating him, B-E-A-T-I-H, beating him, when his father came in. Was anyone beating him? ആരെങ്കിലും അവിടെ തട്ടുകയായിരുന്നു. When his father came in, അവരുടെ അച്ഛനടുത്തേക്ക് വന്നപ്പോൾ ആരെങ്കിലും അവിടെ തട്ടുകയായിരുന്നു. Yes, people. Okay. Was anyone beating him, B-E-A-T-I-N-G, beating him when his father came in. Okay, actually.
Okay, Ashini. Yes, okay. Was he human object? Our Euro he don't was was he being beaten? Last words will be beaten when his father came. Yes, okay. By anyone. Okay. Share. Okay, here. Okay, that's it. Nobody was, NOBODY. Nobody was calling me. Nobody was calling me. Nobody was calling me. Okay, Ashili. Okay, Sheila. Okay, Shafna. Yes. Okay, thanks, Hero. Yes. I was, okay, Sudeep. I was not being called by anybody that. Nobody എന്ന് പറയും. Nobody എന്ന് പറയുന്നത് തെറ്റാണ്. എന്തുകൊണ്ട് nobody എന്ന് പറയാൻ തെറ്റെന്ന് പറയുന്ന കാരണം നോട്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്. പിന്നെ നോബഡിയിലൊരു നെഗറ്റീവ്, രണ്ട് നെഗറ്റീവ് അങ്ങനെ വരില്ല. ഒറ്റ നെഗറ്റീവ് ഉണ്ടെങ്കിൽ മതി, കംപ്ലീറ്റ് സെന്റൻസ് നെഗറ്റീവ് ആയി. അടുത്തത് no one was learning LEARNH learning English. No one was learning English. No one was learning English. Okay, Tansia. Okay, Hira. Okay, Shifna. Okay, Ashley. Anyone. Okay, so anyone. Yes. Was anyone not visiting them? Was anyone not visiting them
visiting, visiting them, when their, here, when their father, here, father died, D-I-E-D, died. Okay, again, was anyone not visiting them? ആരും അവരെ സന്ദർശിച്ചില്ലേ? When their father died, അവരുടെ അച്ഛൻ മരിച്ചപ്പോൾ. Okay. Okay, Shifra. Okay, thanks here. Okay, here. Okay, Ashley, correct. Okay, Suzy, correct. Yes. Last and final item already done. Wasn't WASN apostrophe T? Wasn't anyone giving? Wasn't anyone giving? GIVIH, giving a Malayalam lesson, a Malayalam lesson, LESSON lesson, when the bell rang, arranged. And repeat, wasn't anyone giving a Malayalam lesson when the bell rang, arranged. Okay, here wasn't, WASN apostrophe T, wasn't anyone, ANYON, anyone giving, GIVIH, giving a Malayalam lesson
a Malayalam lesson when the bell rang, R-A-N-G, rang. Okay. Okay, Sheila. Okay, then see you. വാസിനോടുള്ളത് വാസിൻ്റെതാക്കാം ശ്രുതി. കറക്റ്റ്. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. Wasn't a Malayalam lesson being given when the bell rang? Okay. Okay, Srirashmi. Okay, Ashini. Yes. അപ്പോ നമുക്ക് അതിന്റെ ചോദ്യത്തിലേക്ക് കിടക്കാം. ശ്രീലക്ഷ്മി, എന്തായാലും പാട്ട് പാടാനെന്താ? യെസ്, ആരാണ്? എനിക്കിത് വയ്യാത്തോട് ഇത് പാടിക്കാൻ വായിക്കാതെ വിചാരിച്ചു. ഓക്കെ ഓക്കെ. ഹീര ഇതാണ് ചെയ്യാം. അത് കിട്ടി. ഓക്കെ, അതാണ് ശ്രുതി. യെസ്. കുറേശ്ശെ. യെസ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ കുറച്ച് വാചകങ്ങൾ പറയാം. ആ വാചകത്തിന്റെ ഫീമെയിൽ ജെൻഡർ വേണം. ഞാൻ പറയുന്നത് മെയിലാണ്, നിങ്ങൾ തന്നെ ഫീമെയിൽ പറയണം. സർ, ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് പിൻവലിക്കാം. SIR, സർ. മാഡം, കറക്റ്റ് ആൻസർ. സാർ എന്നുള്ളൊരു ഫീമെയിലാണ് മാഡം. ഞാൻ മാത്രമല്ല, സിമ്പിൾ ആണ്. അടുത്തത് ഗ്രൂ, GROOM, ഗ്രൂ. ഓക്കെ, ബ്രൈഡ്. ശരിയാണ് ശ്രുതി.
ഷെഫ്ന ശ്രീലക്ഷ്മി ബ്രൈഡ് വരൻ വധു. അടുത്തത് ആര് പറയുന്നത് നോക്കട്ടെ. ബാച്ചിലർ. 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 കല്യാണത്തിനൊക്കെ മുന്നോടിയായിട്ട് ഒരു ബാച്ചിലേഴ്സ് പാർട്ടി എടുത്തതാണ്. വേറൊരു വാക്കുണ്ട് ശ്രീലക്ഷ്മി. ബാച്ചിലർ. വേറൊരു വാക്കുണ്ട് ശ്രുതി. ആ വേർഡാണ് സ്പിൻസ്റ്റർ. SP. ഓക്കെ ശ്രീലക്ഷ്മി. യെസ് യെസ് ഓക്കെ ഷെഫ്ന. സ്പിൻസ്റ്റർ. SPINSTER. സ്പിൻസ്റ്റർ. അടുത്തത് സിമ്പിൾ ആണ്. ഓക്കെ 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 അശ്വിനി. ഓക്കെ ശ്രീലക്ഷ്മി. അടുത്തത് ആക്ടർ. ആക്ടർ. ഓക്കെ കറക്റ്റ്. ആക്ട്രസ്. ആക്ട്രസ് കറക്റ്റ്. അടുത്തത് നെവ്യൂ. NEPHEW. നെവ്യൂ. ഓക്കെ ഹിയർ കറക്റ്റ്. നിസ്. യെസ് കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. നെക്സ്റ്റ് വൺ ഹീറോ. ഹീറോ. ഓക്കെ ശ്രുതി കറക്റ്റ്. ഹീറോയിൻ. ഹീറോ ഹീറോയിൻ. അടുത്തത് കിങ്. KING. കിങ്. കിങ്. ഓക്കെ ശ്രീലക്ഷ്മി. ക്യൂൻ. ഓക്കെ 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 യെസ്. അടുത്തത് ഹോസ്റ്റ്. HOST. ഹോസ്റ്റ്. ഹോസ്റ്റ്. ഓക്കെ ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. ഹോസ്റ്റസ്. HOSTESS. ഹോസ്റ്റസ്. യെസ് കറക്റ്റ് കറക്റ്റ്. അടുത്തത് വെയിറ്റർ. WAITER. വെയിറ്റർ. വെയിറ്റ്ലെസ്. ഓക്കെ ശ്രുതി കറക്റ്റ്. ഇനി ഞാൻ മിസ്പ്ലേറ്റ് ആയ ഒരു വേർഡ് പറയും. നിങ്ങൾ ഞാൻ പറയുന്ന സ്പെല്ലിങ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. കുറച്ച് അകത്ത് ചെയ്യാം. OTYATO. യെസ്. ഞാൻ ക്വസ്റ്റ്യൻ പറയാൻ പോയിരുന്നു. ഞാൻ പറയാൻ പോകുന്ന എല്ലാവരും നെയിം ഓഫ് ഓട്ടോമൊബൈൽസ്. ഓട്ടോമൊബൈൽസിന്റെ പേരാണ് ഇത് പറയാൻ പോവുകയാണ്. യെസ് കറക്റ്റ് ആണ്. ഓട്ടോമൊബൈൽസ്. അടുത്ത ചോദ്യം ODRF. This is also okay Shruti correct. Ford. Yes. Another NDOHA. Honda. Okay Shakila correct. അടുത്തുള്ളത് DASOK.
Okay, Sudhi, correct. Skoda. Yes, Skoda. And next one. Yes, A, N, വീണ്ടും N, I, S. Solution correct. Nissan. Yes, correct. Yes, here, correct. അടുത്തത് Y, E, N, B, T, L, E. Y, E, N, B, P, L, E. Y, E, N, B, T, L, E. Okay. പക്ഷെ നിങ്ങൾക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് ആ വാഹനത്തിന്റെ പേര് ബെന്റ്ലി. BENTLEY. ബെന്റ്ലി. BEN. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു വേർഡ് പറയുകയാണ്. അതിന്റെ റൈമിംഗ് വേർഡ് നിങ്ങൾ പറയണം. റൈമിംഗ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ പ്രൊണൗൺസിയേഷൻ വരുന്നത് വേറൊരു വേർഡ് പറഞ്ഞാൽ മതി. കഫ് എന്ന് ഞാൻ പറയുന്നത് ഒരു പഫ് എന്ന് പറയാം. റൈമിംഗ് വേർഡ്സ്. അപ്പൊ ഓരോരുത്തർക്കും അത് വേറെ ആൻസർ കിട്ടും. ഒരാളുടെ ആൻസറിന്റെ അടുത്തൊക്കെ ആവണമെന്നില്ല. റൈമിംഗ് വേർഡ്സ് പദ്യത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ് റൈമിംഗ് വേർഡ്സ്. ഡ്രൈവ്, DRIVE, ഡ്രൈവ്. ഡ്രൈവ്. ഓക്കെ സുലക്ഷ്മി. അത് വേറെ പറയണ്ട. മറ്റു മനസ്സിൽ ഡ്രൈവ് പറയാം, ഡൈവ് പറയാം, ഹാവിംഗ്, ഫൈവ്. ഓക്കെ ഹീര, ഫൈവ് പറയാം. യെസ്. ഷീവ്. ഓക്കെ. കറക്റ്റാണ്. അടുത്ത വീട് പറയാം. ഓക്കെ. ലൈവ്. ഗ്ലൂ. GLUE. ഗ്ലൂ. ഓക്കെ പറയാം. GLUE, ഗ്ലൂ എന്നുള്ളതിന്റെ റൈമിംഗ് വേർഡ് ഗ്ലൂ പറയാം. പിന്നെ കുറച്ചുകൂടെ കൂടെ എഴുതി. ഫ്ലൂ പറയാം. ഓക്കെ, കറക്റ്റ് ആണ്. സെയിം ആണ് ആക്ച്വലി. യെസ്. അടുത്തത് ട്യൂബ്. ഓക്കെ ഹീര. പാർട്ട്, PART, പാർട്ട്. ഓക്കെ. ആർട്ട്, ചാർട്ട്, പാർട്ട്. ഓക്കെ. അപ്പൊ ഇത് ചോദിക്കേണ്ട, കാരണം നിങ്ങൾക്ക് അറിയാം. ഞാൻ വീണ്ടും മിസ്പ്ലറ്റായ സെന്റൻസിലോട് പറയാം. യെസ്. എഴുതുക. GC. ഓക്കെ, സുധീഷ് മാർക്ക്.
ഞാൻ ഒന്നുകൂടി പറയാം. GCIMA. അപ്പൊ നേരത്തെ ഞാൻ ക്ലൂ തന്നു നെയിം ഓഫ് ഓട്ടോമൊബൈൽസ് എന്നാണ് പറഞ്ഞു. ഇതിൻ്റെ അകത്തുള്ള ക്ലൂ എന്താണെന്ന് വെച്ചാൽ ഇനി പറയുന്ന എല്ലാ വിസ്മറ്റായ വാചകത്തിന്റെയും ഫസ്റ്റ് സ്പെല്ലിംഗ് MI. കറക്റ്റ് ചെയ്ത് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ MI. അതാണ് എന്റെ ക്ലൂ. എമ്മിൽ ആരംഭിക്കുന്നത്. അപ്പൊ ഇത് ആ വാക്ക് കിട്ടും. ഓക്കെ ശ്രീലക്ഷ്മി, യു ആർ ഗുഡ്. ഓക്കെ ഓക്കെ ഹീര, മാജിക് മാജിക്. അടുത്ത് EYNOM. ഓക്കെ ശ്രീലക്ഷ്മി, അഗെയിൻ സ്കോർ ചെയ്യരുത്. ആദ്യത്തെ അതാ പേരാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് മണി. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അടുത്തത് CHRAM. ഓക്കെ ശ്രീലക്ഷ്മി, കറക്റ്റ്. മലയാളത്തിലായി പോയെന്നുള്ളൂ, കുഴപ്പമില്ല. മാർച്ച് ആണ് ആൻസർ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് TCMAH. ഓക്കെ ശ്രീലക്ഷ്മി, വീണ്ടും സ്കോർ ചെയ്യുന്നു. മാച്ച്. GMAON. യെസ്, ഈ പ്രാവശ്യം അനുശ്രീയാണ് സ്കോർ ചെയ്തത്. അനുശ്രീ കറക്റ്റ് ആണ്. മാംഗോ. യെസ്. അടുത്ത ചോദ്യം YM വീണ്ടും MUM. ഓക്കെ ശ്രീലക്ഷ്മി, the answer is mummy. Yes. അടുത്ത വീട് CUSIM. ആഷിനെയാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. മ്യൂസിക് കറക്റ്റ് ആണ്. യെസ്, കറക്റ്റ്. അടുത്തത് ഓക്കെ HNMTO. ഓക്കെ, വീണ്ടും ശ്രീലക്ഷ്മി തിരിച്ചു വന്നിരിക്കുകയാണ്. മന്ത് കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. ഓക്കെ. അടുത്തത് TLEMA. വീണ്ടും ശ്രീലക്ഷ്മി വന്നേക്കാണ്. മെന്റൽ ആണ്. MENTAL. മെന്റൽ. മെന്റൽ അല്ല, മെന്റൽ. യെസ്. അടുത്തത് DIXEM. ആരാണ് ആദ്യം വരുന്നത് നോക്കട്ടെ.
വീണ്ടും ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ചെറിയ വ്യത്യാസമുണ്ട്. മിക്സഡ് ആണ്. MIXED മിക്സഡ്. ഓക്കെ 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 ശ്രുതി. യെസ്. അടുത്തത് YRAMR. ഈ പ്രാവശ്യം മാഷിലിയാണ് ആദ്യം വന്നത്. കറക്റ്റ് ആണ്. മാരി. അടുത്ത NMOLE. അപ്പൊ ആദ്യം എല്ല് വന്നില്ല, എം മതി. മെലോൺ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. MELON. ഓക്കെ ഓക്കെ. മെലോൺ. അടുത്തത് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് VOMIE. കറക്റ്റ് ശ്രീലക്ഷ്മി. മൂവി. ശ്രീലക്ഷ്മി വീണ്ടും വന്നിരിക്കുകയാണ്. യെസ്. അടുത്തത് HCNMU. വീണ്ടും ശ്രീലക്ഷ്മി വന്നിരിക്കുകയാണ്. മഞ്ച്. കറക്റ്റ് ആണ്. മഞ്ച്. ഓക്കെ. അടുത്തത് LAMOR. ആഷിയാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. ആഷി കറക്റ്റ് ചെയ്യണം. മോറൽ. MORAL. യെസ്. അടുത്തത് SEUOM. ഓക്കെ. ശ്രുതിയാണ് ഈ പ്രാവശ്യം ആദ്യം വന്നിട്ടുള്ളത്. മൗസ്. കറക്റ്റാണ്. മൗസ്. ഇനി ആ ഇനത്തില് ലാസ്റ്റ് ചോദ്യം കൂടി ചോദിക്കരുത്. OYRAM. ഹീരയാണ് ഈ പ്രാവശ്യം ആദ്യം വന്നിട്ടുള്ളത്. മേയർ. കേട്ടാ. മേയർ. കറക്റ്റ് ചെയ്താൽ മതി. മേയർ. ഓക്കെ ശ്രീലക്ഷ്മി. യെസ്. മേയർ. ഓക്കെ. അപ്പൊ ശ്രീലക്ഷ്മി പാടുന്നുണ്ടെങ്കിൽ റെഡി ആവാം. ആഷിരി ആദ്യം. ആഷിരി ആദ്യം മറ്റേ ആക്ച്വലി ഇല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്തതുകൊണ്ട് ആക്ച്വലി പ്രിപ്പയർഡ് എന്നാണ് പറയുന്നത്. ശരിക്കും
താങ്ക്സ് ചെയ്തിട്ടുണ്ടോ? പഠിക്കോളൂ. ഞാൻ പ്രിപ്പയർഡ് അല്ല, എന്നാലും നോക്കാം. ഞാനൊരു തമിഴ് സോങ് ആണ് പാടണേ. கண்ணில்லை என்றாலோ நிறம் பார்க்க முடியாது, நிறம் பார்க்கும் உன் கண்ணை நீ பார்க்க முடியாது. குயிலிசை போதுமே, அடக்குயில் முகம் தேவையா, உணர்வுகள் போதுமே அதன் உருவம் தேவையா. கண்ணில் காட்சி தோன்றிவிட்டால் கற்பனை தீர்ந்துவிடும், கண்ணில் தோன்றா காட்சியில் தான் கற்பனை வளர்ந்துவிடும். அட பாடல் போல தேடல் கூட ஒரு சுகமே, இங்கிசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை, காற்றலையில் பாட்டொலி கேட்பதில்லை. എന്താ സാർ? വിജയുടെ പടം വരുന്നില്ലേ? വിജയ് അഭിനയിച്ചൊരു പടം വരുന്നില്ലേ? ഓക്കെ 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 ഓക്കെ. യെസ്, ഇനി അടുത്തതാണ്. അപ്പൊ തൻസിയ വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രീലക്ഷ്മി വരുന്നത്. ശ്രീലക്ഷ്മിയാണ് ഇതിന്റെ കൺവീനർ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിർത്തിപ്പോയപ്പോ ശ്രീലക്ഷ്മി പറയണ മെസ്സേജ് ഞാൻ കണ്ടു. അയ്യോ പാടിയില്ല. ഞാൻ പാടാ സർ. ദൂരെ ഒരു മഴവിൽ നീളം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം, നിന്നിൻ ഇടവഴിയിൽ നിന്നോമൽ കാൽത്താളം, നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം. സാന്ധ്യരാഗങ്ങളേറ്റു പാടുന്ന ഭൂമിയും വാനവും, സാക്ഷിയായി ഭാവുകങ്ങളേകുന്ന ശാപമേഘങ്ങളും. പാവിഴമഴയേ നീ പെയ്യുമോ എന്നിവളെ, നീ മൂളുമോ വെൺപനിമതികളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ, എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. കഴിഞ്ഞു സർ. ഓക്കെ ശ്രീലക്ഷ്മി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഒരാൾ കൂടി അവസരം തരാം. താങ്ക് യു സർ. ഓക്കെ, ഒരാൾ കൂടി അവസരം തരാം. ആരാണ് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നത്? Yes, one more person. ഇല്ല, ആരുമില്ല. ഇനി ആരായിരിക്കും ശ്രീലക്ഷ്മി അടുത്തത്? ഞാൻ ഇന്നാള് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ആയിട്ട്, ഒരു കവിത ചൊല്ലിയുണ്ടായിരുന്നു. അതിലൊരു 4 വരി ഞാൻ പാടണം എന്ന് വിചാരിച്ചിരുന്നു. അത് ഞാൻ മറന്നുപോയി. ഇപ്പോഴെനിക്ക് ഓർമ്മ വന്ന്. കൃഷ്ണ തുളസി കതിർത്തുമ്പോ മോഹിക്കും നിന്റെ വാർമുടി ചുരുളിലെത്താൻ, പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. കഴിഞ്ഞു സർ. നല്ല വരിയാണല്ല, നല്ല വരി, അടിപൊളി വരി.
Yes. Okay. സാർ ഞാൻ നാള് നിമ്മിയ തോന്നുന്നു അത് പാടിയപ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എനിക്ക് ആ വരി ഒന്ന് പാടണം എന്നുണ്ടെന്ന് ഫുള്ളായിട്ടൊന്നും അറിയില്ല. Yes. രാവിലെ വന്ന് കയറിയിട്ട് പോയി വേറെ പരിപാടി ഉണ്ടാവും. Yes. അപ്പോൾ we will meet in the next class. Okay. Bye. Okay. Thanks to all.